പ്രൈസ് ഗാഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായ ഒരു രാജാവായിരുന്നു. പക്ഷെങ്കിൽ താൻ എക്ലീസിയാസ്റ്റിക്സ് അല്ലെങ്കിൽ സഭാപ്രസംഗി എന്ന ഒരു പുസ്തകം എഴുതിയതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന മുഴുവനും എ ലൈഫ് ഓഫ് മീനിങ്ലെസ് പേഴ്സ്യൂട്ട്സ്. ലോകത്തിൻ്റെ പേഴ്സ്യൂട്ട്സ് എഴുതുന്നുണ്ട്. ധനത്തിൽ മുഴുകിയിരുന്ന താൻ അതേക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എല്ലാം വെയിൻ, എല്ലാം മായ എന്നാണ് താൻ പറയുന്നത്. അങ്ങനെ സഭാപ്രസംഗി ഒരു കാര്യമങ്ങ് തീരുമാനിക്കുക, ദൈവവും അവൻ്റെ സാന്നിധ്യവും മാത്രമേ ജീവിതത്തിലൊരു നിറവ് കൊണ്ടുവരത്തുള്ളൂ. അതുപോലെ ശരിയായ സത്യമായ ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്നതാണ്. സദൃശവാക്യം തൻ്റെ യൗവനകാലത്ത് എഴുതിയ സഭാപ്രസംഗി താൻ തൻ്റെ വാർദ്ധക്യകാലത്ത് എഴുതിയതായിട്ടാണ് പറയപ്പെടുന്നത്. സഭാപ്രസംഗി 12:13 കുറിവാക്യമായിട്ട് നമുക്ക് എടുക്കാം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. പ്രൈസ് ദ ലോർഡ്. ദാവീദിൻ്റെ മകനാണ് ശലോമോൻ. ഇസ്രയേലിൻ്റെ രാജാവായിരുന്നു. തൻ്റെ മുമ്പുണ്ടായിരുന്നവരെ കഴിഞ്ഞും പിമ്പുണ്ടായിരുന്നവരെ കഴിഞ്ഞുമൊക്കെ താൻ ഏറ്റവും ജ്ഞാനം സമ്പാദിച്ചു. പക്ഷെങ്കിൽ വെറുതെ കാറ്റിനെ പിന്തുടരുന്നത് പോലാണ് ഈ ലോകത്തിലെ സകലതുമെന്ന് താൻ മനസ്സിലാക്കി. അൺമാച്ച്ഡ് വിസ്ഡം, അൺമാച്ച്ഡ് നോളജ്, അൺമാച്ച്ഡ് വെൽത്ത് ദൈവം അവന് കൊടുത്തു. പക്ഷെങ്കിൽ പ്രകൃതിയെ നോക്കിയാണെങ്കിലും കഴിഞ്ഞകാല ജനറേഷൻസിനെ നോക്കിയാണെങ്കിലും പൊതുവായി മനുഷ്യൻ്റെ പരിശ്രമം കണ്ടിട്ടാണെങ്കിലും താൻ പറയുന്നത് തനിക്കിതിനകത്തൊന്നും ഒരർത്ഥം കാണാൻ പറ്റുന്നില്ല. ജീവിതാവസാനം വന്നപ്പോൾ താൻ എഴുതിയ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഒരു കാലത്ത് താൻ പ്രാധാന്യം കണ്ടിരുന്ന ഇതെല്ലാം വെറുതെ കാറ്റിനെ പിന്തുടരുന്നത് പോലെയാണെന്ന് താൻ വ്യക്തമായി നമ്മോട് പറയുന്നു. എല്ലാം അന്തമില്ലാത്ത ഒരു റെപ്പറ്റീഷനാണ് ജീവിതത്തിലെ സകല കാര്യങ്ങളുമെന്നാണ് താൻ പറയുന്നത്. ഒന്ന് സംഭവിച്ചു തന്നെ പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല, മനുഷ്യത്വത്തിന് ഒരു മീനിങ്ങുമില്ലാത്ത ഒരു അവസ്ഥയാണ് എന്നാണ് താൻ പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ കാറ്റിനെ പിടിക്കാൻ പോയാൽ എങ്ങനെ വല്ലതും കിട്ടുമോ? കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ. ഷാഡോയെ പിടിക്കാൻ പോകുന്ന പോലെ കുഞ്ഞുങ്ങൾ പോവും. പക്ഷേ അതിനൊരർത്ഥവുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ നാളുകളിൽ നാം ശ്രദ്ധയോടെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണമുള്ളൊരു തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ട്രൂ മീനിങ്ങും പേർപ്പസും മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. സ്തോത്രം. ഒത്തിരി പ്ലഷേഴ്സ്, സന്തോഷകരമായ കാര്യങ്ങൾ, പൊസഷൻസ്, ഹാർഡ് വർക്ക്, ഇതിനകത്തൊന്നും ദൈവത്തെ നാം കൂടെ ചേർത്തില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. കാരണം ഈ ശലോമോൻ എല്ലാം ഉണ്ടായിരുന്നു. മരണം തീർച്ചയായും വരും. അതായത് ബുദ്ധിയുള്ളവർക്കും വരും, ബുദ്ധിയില്ലാത്തവർക്കും വരും. ദൈവത്തെ കൂടാതെ ഒരു മനുഷ്യന് ഒന്നിനകത്തും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് ദൈവം ജീവിക്കാൻ അനുവാദം കിട്ടുന്നവർ ദൈവത്തിന് നമ്മെക്കൊണ്ടൊരു തൃപ്തി ഉണ്ടാകത്തക്കവണ്ണം പ്രവർത്തിപ്പാൻ തീരുമാനിക്കണം. ലാസ്റ്റിംഗ് സാറ്റിസ്ഫാക്ഷൻ, നിലനിൽക്കുന്ന സംതൃപ്തി നാം മൂലം നമ്മെ സൃഷ്ടിച്ച പിതാവാം ദൈവത്തിന് ഉണ്ടാകുമോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ വർക്ക് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ പൊസസ് ചെയ്യും, സ്വന്തമാക്കും. എന്തിനാ? എൻജോയ് ചെയ്യാൻ. ഒരു പെർഫെക്റ്റ് കരിയർ,
ഒരു ഡ്രീം ഹോം, എ ബിഗ് ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെ പിന്നെയും വേണമെന്നല്ലേ ഹൃദയത്തിൽ കിടക്കുന്ന ആഗ്രഹം? സത്യമൊന്ന് പറഞ്ഞേ. സംതൃപ്തി കണ്ടെത്തുവാൻ അനേകർക്കും കഴിയത്തില്ല. അത് ഉയർന്നും താന്നും സമയമനുസരിച്ചും കാലമനുസരിച്ചും ഹൃദയത്തിൻ്റെ വാഞ്ച അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ റിസൾട്ട്സ് ഫ്രം ഡിസയറിങ് ദ സെയിം തിങ്സ് ഗോഡ് ഡിസയേഴ്സ് ആൻഡ് ലിവിങ് ടു പ്ലീസ് ഹിം. ഇങ്ങനെ നാം സങ്കീർത്തനം 37:4 കാണുന്നുണ്ട്. സാം 37:4 അങ്ങനെയാണ് നമ്മോട് പറയുന്നത്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ദൈവമക്കളെ, എന്ത് പേഴ്സണൽ ഡിസയറാണ് നീ ദൈവത്തിൻ്റെ ആഗ്രഹവുമായിട്ട് ഒന്ന് അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ സൊസൈറ്റി പലതും പറയും, പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതാണ്, നമ്മെ നിത്യതയിലേക്ക് ഒരുക്കുന്നതാണ്. പ്രപഞ്ചമെല്ലാം മിഥ്യയാണെന്നും അത് സത്യമാണെന്ന് തോന്നുന്നത് വലിയ ദോഷകരമായ കാര്യമാണ്. ബൈബിളിലെ നമ്മുടെ സഭാപ്രസംഗി, അതായത് സോളമൻ രാജാവ്, മഹാനായ ഒരു ദാർശനികന് ആയിരുന്നു. അങ്ങേരെ കഴിഞ്ഞ് വലിയൊരാൾ ആ കാലഘട്ടത്തിലല്ല പിന്നെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായ മനുഷ്യജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മർത്യജീവിതം ഒട്ടും സന്തോഷം തരുന്നത് ആണ് എന്ന് പറയുവാൻ തനിക്ക് കഴിഞ്ഞില്ല. അത് മായയാണെന്ന് സോളമൻ പറയുന്നു. ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന് ഒരു കവി ചോദിക്കുന്നതും സോളമൻ്റെ ചോദ്യം തന്നെയാണ്. സോളമൻ്റെ കാലത്തെ ജനത്തെ പോലെയാണ് ഇന്നത്തെ മനുഷ്യർ എന്ന് ബില്ലി ഗ്രഹാം പറയുന്നു. ജീവിതോല്ലാസം, വിഷയസുഖം, വിജ്ഞാനം, അനുരാഗം, സുരക്ഷിതത്വം മുതലായവ കണ്ടെത്തുവാൻ മനുഷ്യർ അന്നത്തെ പോലെ ഇന്നും പരക്കം പായുന്നു. എന്നാൽ സോളമൻ എന്താണ് പറയുന്നത്? എല്ലാം മായ, എല്ലാം മായ, അടുത്ത നിമിഷത്തിൽ പൊട്ടിത്തകരുന്ന നീർക്കുമ്പള. പൗരസ്ത്യ രാജ്യങ്ങളിലെ സകല രാജാക്കന്മാരെയും വെല്ലുന്ന മഹാജ്ഞാനിയായിരുന്നു സോളമൻ. എങ്കിലും അദ്ദേഹം പറയുന്നത് അറിവ് വർദ്ധിപ്പിക്കുന്നവർ ദുഃഖവും വർദ്ധിപ്പിക്കുന്നുവെന്നാണ്. തങ്ങളുടെ സ്വന്തം ജ്ഞാനം മൂലം മനുഷ്യർക്ക് ദൈവത്തെ അറിയാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ഭൗതികമായ അറിവും വിജ്ഞാനവും ആർജിക്കുന്നതുകൊണ്ട് മാത്രം ഒരുവന് ദൈവത്തെ സമീപിക്കുവാൻ സാധ്യമല്ലെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്ത ഒരുവനും ദൈവത്തെ സമീപിക്കുവാൻ സാധ്യമല്ല. സോളമൻ സ്വയം പറഞ്ഞു, വരിക, സന്തോഷം കൊണ്ട് ഞാൻ നിന്നെ പരീക്ഷിക്കും. ഏറ്റവും മേത്തരമായ വീഞ്ഞ് സ്വർണ്ണ ചഷകങ്ങളിൽ പകർന്ന് അദ്ദേഹം കുടിക്കുവാൻ തുടങ്ങി. വിദേശത്തുനിന്ന് കൊണ്ടുവന്ന വിശിഷ്ട ഭോജ്യങ്ങൾ അദ്ദേഹം ഭുജിച്ചു. 700 ഭാര്യമാരും ഭാര്യാധർമ്മം നിറവേറ്റുന്ന മറ്റു 300 സ്ത്രീകളും സോളമൻ്റെ അന്തഃപുരത്തിലുണ്ടായിരുന്നു. ചരിത്രത്തിൽ അദ്ദേഹത്തെ പോലെ ധനാഢ്യനായ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. ദന്തനിർമ്മിതവും തനി തങ്കം പൊതിഞ്ഞതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിംഹാസനം. വമ്പിച്ച സൈനിക ശക്തിയും ആയിരക്കണക്കിന് രഥങ്ങളും കുതിരകളും എല്ലാം ഉണ്ടായിരുന്ന സോളമൻ അജയ്യനായി വാണരളി. ഇങ്ങനെ ജീവിതത്തിൻ്റെ മുന്തിരിച്ചാറ് ഊറ്റിക്കുടിച്ച ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുക, ജീവിതം മായ, മിഥ്യ, നിർക്കുമ്പളയ, ആകാശത്തിൻ്റെ കീഴിലുള്ള യാതൊന്നും തന്നെ ആത്മസംതൃപ്തി കൈവരുത്തിയില്ലെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദേവാലയം അദ്ദേഹം നിർമ്മിച്ചു. ദേവാലയം നിർമ്മിക്കുകയും ഉത്സവങ്ങൾ ആചരിക്കുകയും ചെയ്ത സോളമൻ ഒരു തികഞ്ഞ ദൈവഭക്തനായി അറിയപ്പെട്ടു. പക്ഷേ നിങ്ങൾ വ്യർത്ഥമായ കാഴ്ച കൊണ്ടുവരരുത്. നിങ്ങളുടെ ധൂപവും അമാവാസിയും ഉത്സവങ്ങളും എനിക്ക് വെറുപ്പാകുന്നു. അവ എനിക്ക് അസഹ്യം
എന്ന് പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവ് മുഖേന ദൈവം അരുളി ചെയ്യുന്നു. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഭക്തി, നമ്മുടെ അർപ്പണങ്ങളെല്ലാം ദൈവത്തിന് അസഹ്യമായി തീർന്നിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. സംഘടിത മതമോ ഉല്ലാസ ജീവിതമോ ധനമോ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമുക്ക് പ്രദാനം ചെയ്യുമെന്ന് കരുതരുത്. അവയെല്ലാം നിമിഷ നേരം കൊണ്ട് പൊട്ടിത്തകരുന്ന നീർക്കുമിളകളാണ്. ദൈവത്തെ അഭിമുഖം ദർശിച്ച് സത്യത്തെ ഉൾക്കൊള്ളുകയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നവർക്ക് നിലനിൽക്കുന്ന സന്തോഷം അനുഭവവേദ്യമായി തീരും. അതിനുള്ള അവസരം ദൈവമക്കളെ നാളെയല്ല, ഇന്ന് തന്നെയാണ്. പൂർണ്ണമായി ദൈവകരങ്ങളിലൊന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ പറ്റുമോ? കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ജ്ഞാനം പ്രാപിച്ച് ജ്ഞാനിയെന്ന് വിളിച്ചിരുന്ന ശലോമോൻ സകലതും മായ എന്ന് പറഞ്ഞെങ്കിൽ, ദൈവമേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം. നിൻ്റെ നല്ല ആശ്വാസവചനങ്ങൾക്കായി സ്തോത്രം. നിന്നെ അനുഗ്രഹിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.